TGS മീഡിയയിലേക്ക് സ്വാഗതം. കേരളം ഇന്ന് ചർച്ച ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളുമായി ഇന്നത്തെ വാർത്താ വിശേഷങ്ങളിലേക്ക്. കേരളത്തിലെ വാഹനം ഓടിക്കുന്നവരുടെ നെഞ്ചിടിപ്പ് കൂട്ടിക്കൊണ്ട് ഒരു പ്രധാന വാർത്ത. റോഡിലിറങ്ങിയാൽ കണ്ണു വെട്ടിക്കുവാൻ ഇനി ആർക്കും കഴിയില്ല. സംസ്ഥാനത്തെ AI ക്യാമറകൾ ഇനി മുതൽ പുതിയൊരു രൂപത്തിലേക്ക് മാറുകയാണ്. കേവലം ഹെൽമറ്റും സീറ്റ് ബെൽറ്റും മാത്രമല്ല, വാഹനത്തിലിരുന്ന് ഫോൺ ഉപയോഗിക്കുന്നവരെയും വരി തെറ്റിച്ച് ഓടിക്കുന്നവരെയും കൃത്യമായി പൂട്ടുവാൻ AI സിസ്റ്റം അപ്ഗ്രേഡ് ചെയ്യപ്പെട്ടു കഴിഞ്ഞു. കഴിഞ്ഞ മാസം മാത്രം കോടികളാണ് പിഴ ഇനത്തിൽ ജനങ്ങൾക്ക് മേൽ വീണത്. നിയമം ലംഘിക്കുന്നവർക്ക് പോക്കറ്റ് കീറുമെന്ന് ഉറപ്പ്. നിങ്ങളും ഒരു ബൈക്ക് യാത്രക്കാരനോ കാർ ഡ്രൈവറോ ആണെങ്കിൽ ഈ പുതിയ മാറ്റങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നന്ന്. വീഡിയോൺ ഓട്ടോമാറ്റിക് വാട്ടർ ലെവൽ കൺട്രോളർ. ടാങ്ക് നിറയെ എപ്പോഴും വെള്ളം. കേരളക്കരയിലേക്ക് കരിമേഘങ്ങൾ ഉരുണ്ടുകൂടുകയാണ്. സംസ്ഥാനത്ത് കാലവർഷം ശക്തി പ്രാപിച്ചതോടെ പല ജില്ലകളിലും യെല്ലോ, ഓറഞ്ച് അലർട്ടുകൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കടൽ പ്രക്ഷുബ്ധമാണ്. ഇതിനിടയിലാണ് മത്സ്യത്തൊഴിലാളികളെയും സാധാരണക്കാരെയും ഒരുപോലെ ബാധിക്കുന്ന 52 ദിവസങ്ങൾ കടന്നുവരുന്നത്. അതെ, സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം നിലവിൽ വരികയാണ്. ഇതോടെ വിപണിയിൽ മീൻ വില കുതിച്ചുയരുമെന്ന ആശങ്കയിലാണ് വീട്ടമ്മമാർ. വരും ദിവസങ്ങളിൽ കനത്ത ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകുന്നുമുണ്ട്. അന്താരാഷ്ട്ര വിപണിയെയും ആഗോള രാഷ്ട്രീയത്തെയും ഒരുപോലെ പിടിച്ചുലയ്ക്കുന്ന ഒരു ബ്രേക്കിംഗ് വാർത്തയിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും തമ്മിൽ നടന്ന കടുത്ത ഫോൺ സംഭാഷണത്തിന് പിന്നാലെ മിഡിൽ ഈസ്റ്റിൽ നാടകീയമായ നീക്കങ്ങളാണ് നടക്കുന്നത്. ബെയ്റൂട്ടിന് നേരെ ഇസ്രായേൽ നടത്താനിരുന്ന വൻ സൈനിക നീക്കം ട്രംപിന്റെ ശക്തമായ ഇടപെടലിനെ തുടർന്ന് നെതന്യാഹുവിനെ റദ്ദാക്കേണ്ടി വന്നു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. അമേരിക്കയുമായുള്ള സമാധാന ചർച്ചകൾ ഇറാൻ താൽക്കാലികമായി നിർത്തിവെച്ചതും ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണക്കടത്ത് പാതയായ സ്ട്രൈറ്റ് ഓഫ് ഹോർമുസ് ഇറാൻ ബ്ലോക്ക് ചെയ്തതുമാണ് ട്രംപിനെ ചൊടിപ്പിച്ചത്. ഇതോടെ ആഗോള വിപണിയിൽ എണ്ണവില കുതിച്ചുയരുമെന്ന ഭീതിയിലാണ് ലോകരാജ്യങ്ങൾ. ട്രംപിന്റെ വിരട്ടലിന് മുന്നിൽ ഇസ്രായേലും ഹിസ്ബുള്ളയും താൽക്കാലികമായി ആക്രമണങ്ങൾ നിർത്താമെന്ന് സമ്മതിച്ചതായാണ് ട്രംപ് വ്യക്തമാക്കുന്നത്. എങ്കിലും യുദ്ധം എങ്ങോട്ട് തിരിയുമെന്ന ആശങ്കയിലാണ് ലോകം മുഴുവൻ. 42 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യം. ഷൈൻ ജ്വല്ലറി, കുർക്കഞ്ചേരി അമ്പലത്തിന് എതിർവശം. ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് മെഡിക്കൽ വിദ്യാർത്ഥികളുടെയും അവരുടെ മാതാപിതാക്കളുടെയും നെഞ്ചിടിപ്പ് കൂട്ടിക്കൊണ്ട് നീറ്റ് UG പരീക്ഷാ വിവാദം വീണ്ടും സുപ്രീം കോടതിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് റദ്ദാക്കിയ നീറ്റ് പരീക്ഷ കമ്പ്യൂട്ടർ അധിഷ്ഠിതമായി ഈ മാസം തന്നെ വീണ്ടും നടത്തണം എന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജി സുപ്രീം കോടതി ഇന്ന് കർശനമായി നിരസിച്ചിരിക്കുകയാണ്. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പരീക്ഷ റദ്ദാക്കിയതിനെ തുടർന്ന് രാജ്യമൊട്ടാകെ വലിയ പ്രതിഷേധങ്ങളാണ് ഉയരുന്നത്. പാർലമെന്റ് സമിതിക്ക് മുന്നിൽ ഡോക്ടർമാരുടെ സംഘടനകളെ നിലപാടറിയിക്കുവാൻ അനുവദിക്കാതിരുന്നതും വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴി തെളിയിച്ചിട്ടുണ്ട്. തങ്ങളുടെ ഭാവി എന്താകുമെന്നറിയാതെ കണ്ണീരോടെ കാത്തിരിക്കുകയാണ് രാജ്യത്തെ മെഡിക്കൽ മോഹികളായ 10,000-കണക്കിന് വിദ്യാർത്ഥികൾ. പരീക്ഷ എന്ന് ഏത് രീതിയിൽ നടക്കുമെന്നതിൽ ഇപ്പോഴും വൻ അനിശ്ചിതത്വം തുടരുകയാണ്. ഇൻഷുറൻസ് തുക തട്ടിയെടുക്കുവാൻ സ്വന്തം കാലുകൾ തണുപ്പിച്ച് കളഞ്ഞ യുവാവ്. കാശുണ്ടാക്കാൻ ആളുകൾ പല വഴികൾ നോക്കാറുണ്ട്. എന്നാൽ തായ്വാനിലെ ഒരു 24-കാരൻ ചെയ്തത് കേട്ടാൽ നിങ്ങൾ മൂക്കത്ത് വിരൽ വെച്ചു പോകും. ഏകദേശം 10 കോടിയിലധികം രൂപയുടെ ഇൻഷുറൻസ് തുക തട്ടിയെടുക്കുവാൻ വേണ്ടി ഇയാൾ ചെയ്തത് എന്താണെന്നോ? സ്വന്തം കാലുകൾ ഡ്രൈ ഐസ് അടങ്ങിയ ബക്കറ്റിൽ 10 മണിക്കൂറിലധികം മുക്കിവെച്ചു. കടുത്ത തണുപ്പേറ്റ് കാലുകൾ പൂർണ്ണമായും ജീർണിച്ചതിനെ തുടർന്ന് ഡോക്ടർമാർക്ക് ഇയാളുടെ കാൽ മുറിച്ചു മാറ്റേണ്ടി വന്നു. ബൈക്ക് അപകടത്തിൽ കാലുകൾക്ക് പരിക്കേറ്റു എന്ന് കാണിച്ചാണ് ഇയാൾ ഇൻഷുറൻസിന് അപേക്ഷിച്ചത്. എന്നാൽ തായ്വാനിലെ കടുത്ത ചൂടുള്ള കാലാവസ്ഥയിൽ എങ്ങനെയാണ് ഇത്രയും മാരകമായ രീതിയിൽ മഞ്ഞുബാധ ഏൽക്കുക എന്നത് ഇൻഷുറൻസ് കമ്പനിക്ക് സംശയം തോന്നി. തുടർന്ന് നടത്തിയ പോലീസ് അന്വേഷണത്തിലാണ് തട്ടിപ്പ് പുറത്തായത്. പണവും കിട്ടിയില്ല, സ്വന്തം കാലുകളും പോയി. ഇപ്പോൾ ജയിലിലുമാണ് കക്ഷി. വീഡിയോൺ ഓട്ടോമാറ്റിക് വാട്ടർ ലെവൽ കൺട്രോളർ. ടാങ്ക് നിറയെ എപ്പോഴും വെള്ളം. പണിയെടുക്കാൻ വയ്യ, ബോസിനെതിരെ കോടതിയിൽ കേസ് കൊടുത്തത് ജീവനക്കാരൻ. ഓഫീസിൽ അധികം പണിയൊന്നുമില്ലാതെ വെറുതെ ഇരിക്കുവാൻ ആഗ്രഹിക്കാത്തവർ ആരെങ്കിലും ഉണ്ടാകുമോ? എന്നാൽ ഫ്രാൻസിലെ ഒരു ജീവനക്കാരൻ ബോസിനെതിരെ കോടതിയിൽ കേസ് കൊടുത്തത് എന്തിനാണെന്നറിയാമോ? എനിക്ക് ഓഫീസിൽ പണിയൊന്നും തരുന്നില്ല, എന്നെ വെറുതെ ഇരുത്തി ബോറടിപ്പിക്കുന്നു എന്ന് പറഞ്ഞാണ് കക്ഷി കോടതിയെ സമീപിച്ചത്. ഫെഡറിക് ഡെസ്നാൾഡ് എന്ന ഫ്രഞ്ച് പൗരനാണ് തന്റെ കമ്പനിക്കെതിരെ കേസ് കൊടുത്തത്. ഓഫീസിൽ തനിക്ക് യാതൊരു ഉത്തരവാദിത്വമുള്ള ജോലികളും തരുന്നില്ലെന്നും ഇത് കാരണം താൻ കടുത്ത ഡിപ്രഷനിലേക്ക് പോയെന്നും ഇയാൾ വാദിച്ചു. കേട്ടാൽ വിചിത്രമെന്ന് തോന്നുമെങ്കിലും കോടതി വിധി ജീവനക്കാരന് അനുകൂലമായിരുന്നു. മാനസികമായി പീഡിപ്പിച്ചതിന് കമ്പനിക്ക് ഇയാൾക്ക് ഏകദേശം 36 ലക്ഷം രൂപയാണ് നഷ്ടപരിഹാരമായി നൽകിയത്. ശമ്പളവും വാങ്ങി വെറുതെ ഇരുന്നതിന് ലക്ഷങ്ങൾ വേറെയും. 42 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യം. ഷൈൻ ജ്വല്ലറി, കുർക്കഞ്ചേരി അമ്പലത്തിന് എതിർവശം. റീൽസ് കണ്ട് നമ്മുടെ നാട്ടിലെ പിള്ളേർക്ക് എന്താണ് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിനൊരു ഉദാഹരണമാണ് അടുത്ത വാർത്ത. ഉത്തർപ്രദേശിൽ നിന്നുള്ള 2 യുവാക്കൾ റീൽസ് ചെയ്തത് വൈറലാകാൻ തിരഞ്ഞെടുത്തത് ഒരു നാഷണൽ ഹൈവേ ആണ്. അതും പോരാത്തത് ഹൈവേയുടെ നടുക്ക് ഒരു കട്ടിലുമിട്ട് അതിൽ കിടന്നുകൊണ്ടാണ് ഇവർ വീഡിയോ എടുത്തത്. വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെ പോലീസും ഇത് കണ്ടു. ട്രാഫിക് തടസ്സപ്പെടുത്തുകയും
മറ്റുള്ളവരുടെ ജീവന് അപകടമുണ്ടാക്കുകയും ചെയ്തതിന് പോലീസ് ഇവരെ പൊക്കി. യുവാക്കളുടെ ബൈക്ക് കസ്റ്റഡിയിലെടുത്ത പോലീസ് വൻ തുകയാണ് പിഴയായി ഈടാക്കിയത്. ഒടുവിൽ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഇനി മേലാൽ ഇത്തരം റീൽസുകൾ ചെയ്യില്ല എന്ന് യുവാക്കളെ കൊണ്ട് കൈകൂപ്പി പറയിപ്പിക്കുന്ന വീഡിയോ പോലീസ് തന്നെ പുറത്തുവിട്ടു. വൈറലാകാൻ നോക്കിയിട്ട് ഒടുവിൽ നാണം കെട്ട അവസ്ഥയുമായി. ലോകത്തിലെ ഏറ്റവും സമ്പന്നനായ കോടീശ്വരൻ ആരാണെന്ന് ചോദിച്ചാൽ നമ്മൾ പല മനുഷ്യരുടെ പേരും പറയും. എന്നാൽ ലോകത്തിലെ ഏറ്റവും സമ്പന്നനായ നായ ആരാണെന്ന് അറിയാമോ? ജർമ്മൻ ഷെപ്പേർഡ് ഇനത്തിൽപ്പെട്ട ഗുന്തർ ആറാമൻ. ഈ നായയാണ് ആ ഭാഗ്യവാൻ. കോടിക്കണക്കിന് രൂപയുടെ സ്വത്താണ് ഈ നായയുടെ പേരിലുള്ളത്. ഒരു ജർമ്മൻ കൗണ്ടസ് തന്റെ മരണശേഷം തന്റെ വളർത്തുനായ്ക്കായി മാറ്റിവെച്ച ട്രസ്റ്റിൽ നിന്നാണ് ഈ നായയ്ക്ക് ഇത്രയും സ്വത്ത് ലഭിച്ചത്. ഇന്ന് ഗുന്തറിന് സ്വന്തമായി പ്രൈവറ്റ് ജെറ്റ് വിമാനവും ആഡംബര വില്ലകളും ഒരു കൂട്ടം ബോഡി ഗാർഡുകളും പേഴ്സണൽ ഷെഫും വരെയുണ്ട്. നമ്മൾ മനുഷ്യർ ഒരൊറ്റ ജീവിതം ജീവിച്ചു തീർക്കുവാൻ കഷ്ടപ്പെടുമ്പോഴാണ് ഇവിടെ ഒരു നായ രാജകീയമായി ജീവിക്കുന്നത്. ഇതിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയ വാർത്ത ഏതായിരുന്നു? താഴെ കമന്റ് ചെയ്യുക. കിടിലൻ വീഡിയോയും വാർത്തകളുമായി വീണ്ടും വരാം. ബൈ.